ഹലോ എവരി വൺ, എല്ലാവർക്കും ബിന്ദുസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ പലരും പരിപ്പൊക്കെ വെച്ചിട്ട് വട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളക്കടല വെച്ചിട്ട് വൈറ്റ് ചിക്ക് പീസ് വെച്ചിട്ട് ഒരു വടയാണ്. എങ്ങനെയാണ് നമ്മൾ സാധാരണ വട ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, പക്ഷെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടുന്നത് സാധാരണ നമ്മൾ വടയിൽ ചേർക്കുന്ന പോലെ തന്നെയാണ്. അതിലേക്ക് വേണ്ടുന്നത് സാധാരണ നമ്മൾ വടയിലേക്ക് ചേർക്കുന്ന ഐറ്റംസ് തന്നെയാണ്. നമ്മൾ സവോള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു വലിയൊരു സവോള എടുത്തേക്കണം, ഒരു 4-5 പച്ചമുളക്, പിന്നെ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, വേപ്പില ചെറിയ പീസുകളാക്കിയത്. പിന്നെ അതിലേക്ക് വേണ്ടുന്ന പൗഡറുകൾ നല്ല എരിവുള്ള മുളക് പൊടി ഞാൻ അധികം എടുത്തിട്ടില്ല, 1/2 ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ലേശം മസാലപ്പൊടി. ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇത് ഞാൻ കുതിർത്തി ലാസ്റ്റ് നൈറ്റ് ഞാൻ കുതിർത്തി ഇട്ടതാണ്. അപ്പോൾ നേരം വെളുത്ത് അത് ഊറ്റി അത് കഴുകി വെച്ചേക്കാണ്. ഇനി നമ്മളത് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അധികം അരയാതെ ഒന്നിങ്ങനെ പതുക്കെ ക്രഷ് ചെയ്ത് നമ്മൾ എടുക്കണം. ഇതേപോലെ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് എടുക്കുക വേണ്ടു. നമ്മൾ ഇതേപോലെ നമ്മളെല്ലാതും ക്രഷ് ചെയ്ത് നമ്മൾ എടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സവോള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, എന്നിട്ട് നന്നായിട്ട് നമ്മൾ അത് തിരുമ്മി പിടിപ്പിക്കുക നന്നായിട്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് സവോളയും ഇഞ്ചിയെല്ലാം ചേർത്ത് നന്നായിട്ട് തിരുമ്മിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. പൊടികൾ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തിരുമ്പി നമുക്ക് വട പിടിക്കുന്ന പോലെ നന്നായി തിരുമ്പി യോജിപ്പിക്കുക. എന്നിട്ട് അതിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ലേശം കൂടി ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട്. ഇനി നമ്മൾ ഈ അരച്ച് വെച്ച കടല നമ്മൾ ചെറിയ ബോളുകളായിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ചൂടുള്ള എണ്ണയിൽ വറുത്ത് കോരുകയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കനം കുറച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നല്ല ഉള്ളിൽ ഒക്കെ നന്നായി വെന്ത് നല്ല ഇതായിരിക്കും. ഇനി നമ്മൾ എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഓരോന്ന് ഇത് ഇട്ട് കൊടുക്കണം. നമ്മൾ വടയെല്ലാം ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴാണ് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. ഇട്ട വശം നമ്മൾ അത് മറിച്ചിടരുത്. ഒന്ന് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഏകദേശം നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് അത് വറുത്ത് കോരാം. വടയെല്ലാം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മളിനി അതിൽ നിന്ന് തീ ഓഫാക്കി നമ്മളതിൽ നിന്ന് വറുത്ത് കോരുകയാണ്. ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ക്രിസ്പിയും ക്രഞ്ചിയുമായിട്ടുള്ള വട ഇവിടെ തയ്യാർ. നമുക്ക് ചൂട് ചായക്കൊപ്പം കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.